GCDയുടെ ഒരു പിടിവാശി എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം ഹോങ്കോങ് ഇന്ത്യൻ ടീമിന്റെ കളി നടക്കേണ്ടത് ഈ ചൊവ്വാഴ്ചയാണ്. അതിനു മുൻപായിട്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് 3 മണിക്ക് നിശ്ചയിച്ചിരുന്നത്. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ 25 ലക്ഷം രൂപയാണ് ഇതിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നൽകേണ്ടത്. അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകണം. ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. ആ തുക കെട്ടിവെച്ചതിന് ശേഷം മാത്രം വാർത്താ സമ്മേളനം നടത്തിയാൽ മതി എന്നുള്ള നിലപാട് GCDA എടുക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വാർത്താ സമ്മേളനത്തിലുള്ള ഇന്ത്യൻ ടീമിനെയും ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതായത് വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ല എന്നുള്ളത് അവർ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് അത് നടത്താൻ അനുവദിക്കാതെ പുറത്താക്കി. ഇപ്പോൾ ഇന്ത്യൻ ടീം ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നു. അതായത് സീനിയർ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീൽ ഉൾപ്പെടെയുള്ളവർ ആയിരുന്നു ഈ വാർത്താ സമ്മേളനം. 2 പ്രധാന കളിക്കാർ ഉൾപ്പെടെയാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ഇത് ഇപ്പോൾ നടത്താൻ കഴിയാതെ അവർ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തുക ലഭിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ എന്നുള്ളതാണ് കഴിയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതാണ് പ്രധാന വാതിൽ. ആ പ്രധാന വാതിലിനാണ് പൂട്ടിയിരിക്കുന്നത്. അത് താഴിട്ട് ഇപ്പോൾ ഉള്ളിൽ നിന്ന് അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്ന നിലയിലാണ്. ഇത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കും GCDA ഇതുപോലെ തന്നെ അന്ന് തുക നൽകിയില്ല. അന്ന് കുറച്ച് കുടിശ്ശികയുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് GCDAക്ക് നൽകാൻ. അത് നൽകിയതിനു ശേഷം മാത്രം വാർത്താ സമ്മേളനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ അതേ സമാന രീതിയിൽ തന്നെ ഇന്ത്യൻ ടീമിനോടും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കാതെ ഇവിടെ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ആ ടീം മടങ്ങിയിരിക്കുന്നു. കോച്ച് ഉൾപ്പെടെയുള്ളവരാണ് മടങ്ങിയിരിക്കുന്നത്. ഈ പ്രോസസ്സിംഗ്, അതായത് തുക നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അവർ നമുക്ക് അനൌദ്യോഗികമായിട്ട് പറയുന്നത്. 3 ലക്ഷമാണ് വാടക. ഇപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ്. അല്ലെങ്കിൽ അതിൽ ഒരു കൃത്യത വന്നിട്ട് ആ പണം ലഭിച്ചതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് കയറിയാൽ മതി, വാർത്താ സമ്മേളനം നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം GCDA